നിങ്ങളുടെ പലരുടെയും കുട്ടിക്കുണ്ടായിട്ടുള്ള ഒരു വളരെ കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണ്. കഴിഞ്ഞ പ്രാവശ്യം അപസ്മാരത്തിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമൻ്റായിട്ടും അതുപോലെ തന്നെ മെസ്സേജിലൂടെയൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ് പനി വരുമ്പോൾ ഉണ്ടാകുന്ന അപസ്മാരം. ആദ്യത്തെ പ്രാവശ്യമൊക്കെയാണ് അപസ്മാരം വരുന്നതാണെങ്കിൽ അതിൻ്റെ ലക്ഷണം നിങ്ങൾക്ക് പലർക്കും പല രക്ഷിതാക്കൾക്കും അറിയായിരിക്കും. പക്ഷേ എന്നാലും ആദ്യത്തെ പ്രാവശ്യം വരുമ്പോഴൊക്കെ നമ്മൾ വളരെ ഭയപ്പെട്ടു പോകുന്ന പേടിച്ചു പോകുന്ന ഒരു കണ്ടീഷനാണ് പനി വരുമ്പോൾ ഉണ്ടാകുന്ന അപസ്മാരം. ശരീരം മൊത്തത്തിൽ ജന്നി ഉണ്ടാവും, വായിൽ നിന്ന് പത വരും, കണ്ണ് ചിലപ്പോൾ മുകളിലോട്ട് മറിയും. ഇങ്ങനെ ഒരു 2 മിനിറ്റിൽ താഴെ കുട്ടി ഒരു ബോധമില്ലാത്ത അവസ്ഥയിൽ കിടക്കും. ആ സമയത്ത് പലപ്പോഴും പല രക്ഷിതാക്കളും ആദ്യത്തെ പ്രാവശ്യം വരുന്ന സമയത്ത് പേടിച്ചു പോകാറുണ്ട്. ഇത് ഫസ്റ്റ് എപ്പിസോഡ് വരികയാണെങ്കിൽ, ഫസ്റ്റ് തവണ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യണം. കൂടുതൽ തവണ വരുമ്പോഴത്തേക്ക് അതിൻ്റെ 6 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഇത് വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുട്ടിയെ ഒരു സൈഡിലേക്ക് ചെരിച്ച് കിടത്തുക, അപകടം പിടിച്ച സ്ഥലങ്ങൾ വെള്ളം അതുപോലെ തന്നെ ഹൈറ്റുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ കുട്ടിയെ മാറ്റിക്കിടത്തുക, അതുപോലെ വായിലേക്കോ കയ്യിലേക്കോ ഒന്നും കൊടുക്കാതിരിക്കുക. കുട്ടി ഒരു 2 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന കണ്ടീഷനാണിത്. ഇത് ഒരിക്കലും ഭയപ്പെടേണ്ട ഒരു കണ്ടീഷനല്ല. ഇതുകൊണ്ട് കുട്ടിയുടെ ബ്രെയിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവയവത്തിനോ വളർച്ചക്കോ അല്ലെങ്കിൽ ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമല്ല.